ഏകദേശം 600 അടി ഉയരത്തിൽ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോയിങ് 787 വിമാനം എമർജൻസി വാതിൽ ഒരു സാധാരണ യാത്രക്കാരന് തുറക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് ഇതിനുള്ളിൽ ലളിതമായൊരു ഉത്തരം നൽകിയിരിക്കുന്നത് അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നും താഴെ വിശദീകരിക്കുന്നുണ്ട്. ക്യാബിനിലെ ഉയർന്ന വായു സമ്മർദ്ദം വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിമാനത്തിനുള്ളിലെ വായുമർദ്ദവുമാണ്. എന്താണ് വായുമർദ്ദം? നാം ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ വായുവിന് ഒരു മർദ്ദമുണ്ട്. എന്നാൽ ഉയരം കൂടുന്തോറും ഈ വായുമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ വലിയ ഉയരത്തിൽ, അതായത് ഉദാഹരണത്തിന് വിമാനം പറക്കുന്ന 30,000 അല്ലെങ്കിൽ 40,000 അടി ഉയരം, പുറത്തെ വായുമർദ്ദം വളരെ കുറവായിരിക്കും. മനുഷ്യർക്ക് ആ ഉയരത്തിൽ ശ്വാസമെടുക്കാൻ കഴിയില്ല. വിമാനത്തിലെ ക്രമീകരണത്തെ കുറിച്ച് സംസാരിക്കാൻ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വിമാനത്തിനുള്ളിൽ വായുവിന്റെ മർദ്ദം കൃത്യമായി നിയന്ത്രിക്കും. ഇത് സാധാരണ നിലയിലുള്ള സമുദ്രനിരപ്പിൽ സമ്മർദ്ദത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ ഉള്ളിൽ പുറത്തുള്ളതിനേക്കാൾ ഉയർന്ന വായു സമ്മർദ്ദം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് വാതിൽമേലുള്ളൊരു മർദ്ദമാണ്. വിമാനങ്ങളുടെ വാതിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അകത്തേക്ക് തുറക്കുന്ന രീതിയിലാണ്. അതായത് വിമാനത്തിനുള്ളിൽ ഉയർന്ന മർദ്ദം കാരണം വാതിലിന്മേൽ എപ്പോഴും പുറത്തേക്കൊരു വലിയ തള്ളൽ ഉണ്ടാകും. ഈ തള്ളൽ അത്രയ്ക്ക് വലുതാണ്. ഒരു മനുഷ്യന് അത് തള്ളി തുറക്കാൻ കഴിയില്ല. ഈ തള്ളൽ എത്ര വലുതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാബിനിലെ വായുവിന്റെ മർദ്ദം പുറത്തെ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ 1 PS1 കൂടുതലാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു ചെറിയ മർദ്ദ വ്യത്യാസം മാത്രമാണ്.